Hi friends, Domain of Physics and മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് മൊത്തം 3 ചാപ്റ്റേഴ്സ് ആണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്റർ. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനായിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് തെർമൽ എക്സ്പാൻഷൻ, രണ്ടെന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ഒരു ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുക. 2 അല്ല 3 കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം. അതായത് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടാറുണ്ട്, അതുപോലെ അവിടെ എക്സ്പാൻഷൻ സംഭവിക്കാറുണ്ട്, അതുപോലെ അവിടെ സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിക്കാറുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എക്സ്പാൻഷനെ കുറിച്ചാണ്. അതായത് ഒരു ബോഡിയിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എക്സ്പാൻഷനെ കുറിച്ചായിരിക്കും നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് വീഡിയോയിൽ സ്റ്റേറ്റ്സ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിനുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 വീഡിയോസിലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഒറ്റ സിംഗിൾ വീഡിയോ കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വീഡിയോസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്നും നാളെയുമായിട്ട്, ഇന്ന് രാത്രിയിലും അതായത് ഇന്നത്തെ ദിവസവും നാളെ രാവിലെയുമായിട്ട് ഈ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെയും എക്സാം മാറ്റും എന്നൊരു തീരുമാനം വന്നിട്ടില്ല. മേ ബി മാറ്റപ്പെട്ടേക്കാം, കാരണം കോവിഡ് വലുതായിട്ട് കൂടുന്നുണ്ട്. എന്നാലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. സെപ്റ്റംബർ 6-ന് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ടോപ്പിക്കാണ് തെർമൽ എക്സ്പാൻഷൻ. എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെർമൽ എക്സ്പാൻഷൻ മീൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബോഡിക്ക് ഹീറ്റ് എനർജി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ആ ബോഡി എന്ത് ചെയ്യപ്പെടും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യപ്പെടും. അതിൻ്റെ ഡയമെൻഷൻസിന് ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച ഡയമെൻഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷൻ മീൻസ് അതിൻ്റെ ലെങ്ത് ആവാം, ഏരിയ ആകാം, അതിൻ്റെ വോളിയം ആകാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യപ്പെടാറുണ്ട്, ചേഞ്ച് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഡയമെൻഷനിൽ വരുന്ന ചേഞ്ചിനെയാണ്, അല്ലെങ്കിൽ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കാനായിട്ട് തെർമൽ എക്സ്പാൻഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമതാണ് ലീനിയർ എക്സ്പാൻഷൻ. ഒന്നാമത്തെ കേസാണ് ലീനിയർ എക്സ്പാൻഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ലീനിയർ എക്സ്പാൻഷൻ. രണ്ടാമത്തെ കേസാണ് ഏരിയ എക്സ്പാൻഷൻ. മൂന്നാമത്തെ കേസാണ് വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ ടേംസ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. ഓക്കെ, പല രീതിയിൽ ഇത് പറയാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് കണക്ക് തന്നെ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യണം. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ 3 കേസസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നല്ല, 3 കേസസ് പറയുന്നു. ഒന്നാമതെന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷനാണ്, രണ്ടാമതെന്ന് പറയുന്നത് ഏരിയ എക്സ്പാൻഷൻ, മൂന്നാമതെന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷനാണ്. ആ പേരിൽ തന്നെ കാര്യങ്ങളുണ്ട്. ലീനിയർ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് ആരായിരിക്കും, ലെങ്ത് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ലെങ്ത്. ഏരിയ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഏരിയയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അതാണ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൻക്രീസ് ഇൻ വോളിയം. വോളിയത്തിനാണ് ഇൻക്രീസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയം എക്സ്പാൻഷൻ. പേരിൽ നിന്ന് തന്നെ കാര്യം കിട്ടി. ലെങ്തിനാണ് ഇൻക്രീസ് ഉണ്ടാകുന്നതെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ. അതായത് നമ്മളൊരു ലെങ്ത് എടുക്കുകയാണ്, അതായത് ഒരു റോഡ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് L ആണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T-യുമാണ്. നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി Tയിൽ നിന്ന് T+ΔT ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ΔT കൂട്ടി. ടെമ്പറേച്ചർ ΔT കൂടുമ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു L+ΔL ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ലെങ്തിന് എന്തുണ്ടായി, ഇൻക്രീസ് ഉണ്ടായി. ഇത്രയും ലെങ്ത് ഇൻക്രീസ് ചെയ്യപ്പെട്ടു. ഇൻക്രീസ് ചെയ്യപ്പെട്ട ലെങ്ത് ആണ് ΔL.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. എന്താണ് ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് ഗ്രാവിറ്റേഷൻ്റെ പ്രോബ്ലംസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ. ഇവിടുത്തെ ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ എൽ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ലെങ്ത്. ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ ഈ ഡെൽറ്റ എൽ ബൈ എല്ലിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഈ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈക്വൽ സൈൻ ആക്കണം, അതിനൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ആൽഫ എൽ ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി, ഓർ ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ആൻഡ് ദിസ് ആൽഫ എൽ ഈസ് കാൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആൽഫയെ നമ്മൾ വിളിക്കുന്ന, ആൽഫ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി ആൽഫ എല്ലിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. മുകളിൽ ഒരു ലെങ്ത് ഉണ്ട്, താഴെ ഒരു ലെങ്ത് ഉണ്ട്, ക്യാൻസൽ ആയി പോകും. 1 ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് കെൽവിൻ റേസ് ടു -1 ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത കേസിലേക്ക് വരാം, ഏരിയ എക്സ്പാൻഷൻ. ഏരിയ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് ഇൻ ഏരിയ ആണ്. അതായത് ആദ്യം നമ്മളൊരു മെറ്റൽ പ്ലേറ്റ് എടുക്കുന്നു, ഒരു പ്ലേറ്റ് ആണെന്ന് കരുതാം. ഇതിൻ്റെ ഏരിയ എ ആണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ ടി ആണ്. ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന കരുതാം. ഏരിയ എന്ന് പറയുന്നത് എ പ്ലസ് ഡെൽറ്റ എ ആയിട്ട് മാറുന്നു, ടെമ്പറേച്ചർ ടി പ്ലസ് ഡെൽറ്റ ടി. സിമ്പിൾ കാര്യം, ഏരിയ ഇൻക്രീസ് ചെയ്യപ്പെട്ടു. ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർക്കുക ലെങ്തും ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും ഏരിയ എന്ത് ചെയ്യപ്പെട്ടു, ഇൻക്രീസ് ചെയ്യപ്പെട്ടു. ഏരിയ ഇൻക്രീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അതുപോലെ എഴുതാം. എന്താണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ എന്താണ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഏരിയ, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി. ആൽഫ എ ഡെൽറ്റ ടി. ആൻഡ് ദാറ്റ് ഈസ് ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. ആൻഡ് ദിസ് ആൽഫ എയെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. നേരത്തെ ലീനിയർ എക്സ്പാൻഷൻ ആയിരുന്നു, ഇവിടെ ഏരിയ എക്സ്പാൻഷൻ. ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസമില്ല, നേരത്തെ പറഞ്ഞ അതേ യൂണിറ്റ് തന്നെ, കെൽവിൻ റേസ് ടു -1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വോളിയം എക്സ്പാൻഷൻ പറയാവുന്നതേ ഉള്ളൂ. എന്താണ്, വോളിയമാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, ഞാൻ പടം വരയ്ക്കുന്നതേ ഉള്ളൂ. ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും, ചേഞ്ച് ഇൻ വോളിയം ദാറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വോളിയം. അതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കണം. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ആൽഫ വി ഡെൽറ്റ ടി. ആൻഡ് ദാറ്റ് ഈസ് ആൽഫ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. പേര് നിങ്ങൾക്ക് തന്നെ പറയാം, ആൽഫ വി ഈസ് കാൾഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. യൂണിറ്റ് നേരത്തെ പറഞ്ഞ അതേ യൂണിറ്റ് തന്നെ, കെൽവിൻ റേസ് ടു -1. ഇത് ഞാനിപ്പോൾ ആൽഫ എൽ ആൽഫ എ ആൽഫ ബി എന്നാണ് എടുത്തത്. ചില ടെക്സ്റ്റുകളിൽ ആൽഫ ബീറ്റ ഗാമ എന്നും കൊടുക്കാറുണ്ട്. ആൽഫ ബീറ്റ ഗാമ, അതായത് ആൽഫ എല്ലിന് പകരം ആൽഫ എന്ന് കൊടുക്കും, ആൽഫ എക്ക് പകരം ബീറ്റ എന്ന് കൊടുക്കും, ആൽഫ വിക്ക് പകരം ഗാമ എന്ന് കൊടുക്കും. നമ്മുടെ ടെക്സ്റ്റിൽ ആൽഫ എൽ ആൽഫ എ ആൽഫ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നു. നിങ്ങൾ ഇനി ഏതെങ്കിലും ഗൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കാര്യമൊന്നുമില്ല, ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇനി ഇതിൻ്റെതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട അടുത്ത ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ആൽഫ എയും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഇവരുടെ 3 പേരുടെ റിലേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റാവും.
പിന്നീട് വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷനോടുണ്ട്, അതും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷനും അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും, പക്കയായിട്ട് പഠിച്ചെടുക്കാം. എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ ഒരു മണിക്കൂർ മതി. ഒന്നും പഠിക്കാത്തവർക്ക് പഠിച്ചെടുക്കാൻ പോലും 1 മണിക്കൂർ മതി. അപ്പോൾ എന്തായാലും കുറേയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് പഠിച്ചെടുക്കാൻ എല്ലാം കൂടെ ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യം വേണ്ടി വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്വയറിനെ കൺസിഡർ ചെയ്യുന്നു. ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എൽ ആണ്, അടുത്ത സൈഡിൻ്റെ ലെങ്തും എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ ഞാൻ എത്ര ആയിട്ട് എടുക്കുകയാണ്, എ ആയിട്ട് എടുക്കുകയാണ്. ടെമ്പറേച്ചർ ടി ആണ്. ഞാൻ ടെമ്പറേച്ചർ കൂടി ടി പ്ലസ് ഡെൽറ്റ ടി ആക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് എന്ത് സംഭവിക്കും, എക്സ്പാൻഷൻ സംഭവിക്കും. എക്സ്പാൻഷൻ സംഭവിച്ചപ്പോൾ ഇതിൻ്റെ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി, ഈ സൈഡും എൽ പ്ലസ് ഡെൽറ്റ എൽ ആയി. ഏരിയ അപ്പോൾ എന്തായിട്ട് മാറും, എ പ്ലസ് ഡെൽറ്റ എ ആയിട്ട് മാറും. ടെമ്പറേച്ചർ ടി പ്ലസ് ഡെൽറ്റ ടി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ആൽഫ എ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഏരിയ ആണ്. ഇനീഷ്യൽ ലെങ്ത് എൽ ആണ്. അപ്പോൾ ഇനീഷ്യൽ ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ, കാരണം സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ചേഞ്ച് ഇൻ ഏരിയ വേണം. ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ എ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈനൽ ഏരിയ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. അപ്പോൾ ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇനിഷ്യൽ ഏരിയ. ഇനിഷ്യൽ ഏരിയ നമുക്കറിയാം എത്ര ആണ്, എൽ സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റ് വേണമെന്നില്ല, മൈനസ് എൽ സ്ക്വയർ. ഈ എൽ സ്ക്വയറും ഈ മൈനസ് എൽ സ്ക്വയറൂടെ ക്യാൻസൽ ആവും. ബാലൻസ് വരുന്നത് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ. ഈ ചേഞ്ച് എന്ന് പറയുന്നത്, ഈ തെർമൽ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതായത് ഡെൽറ്റ എൽ ഈസ് ടു സ്മാൾ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പിന്നെയും ചെറുതാവും. ഇപ്പം ഡെൽറ്റ എൽ 0.1 ആണെന്ന് കരുതാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര ആവും, 0.01 ആവും. ദാറ്റ് മീൻസ് പിന്നെ അത് ചെറുതാവും. അതുകൊണ്ട് നമുക്ക് സ്ക്വയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെൽറ്റ എൽ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഇതിലെ ഡെൽറ്റ എൽ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്ത് കളയാം, നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ എന്ന് കിട്ടും. 2l ഡെൽറ്റ എൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ, ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. ഡെൽറ്റ എയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 2l ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ നമുക്കറിയാം എൽ സ്ക്വയർ ഡെൽറ്റ ടി. ഇതിനകത്തൊരെല്ലാം ക്യാൻസൽ ആകും. 2 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടിക്ക് പകരം എത്ര കൊടുക്കാം, ആൽഫ എൽ എന്ന് കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു ആൽഫ എൽ. അപ്പോൾ നമുക്ക് കിട്ടി ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ. ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അപ്പം റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ ആയി. ഇവിടെ നമ്മൾ ചെയ്തത് സ്ക്വയർ ആണ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ ബി ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ക്യൂബിനെയാണ്, 3 ഡയമെൻഷണലിനെയാണ്. ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യുന്നത്. സൈഡ് എൽ ആണ്. അതിൻ്റെ വോളിയം എക്സ്പാൻഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എത്ര ആയിട്ട് മാറുന്നു, എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറുന്നു. ഇതേ പ്രോസസ്സ് ചെയ്യുക. ഏരിയയുടെ സ്ഥാനത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി, വോളിയം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ ബി. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്, ഒരു ക്യൂബിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഇനീഷ്യൽ ലെങ്ത് എൽ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര ആയിട്ട് മാറുന്നു, എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറുന്നു. അപ്പോൾ വോളിയം എത്രയാണെന്ന് ചോദിച്ചാൽ എൽ ക്യൂബ്. ഫൈനൽ വോളിയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ദി ഹോൾ ക്യൂബ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ സിമ്പിൾ കേസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആൽഫ എല്ലും ആൽഫ ബിയും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. നമുക്ക് ആദ്യം ആൽഫ ബി എഴുതാം. ആൽഫ വി ഈസ് ഈക്വൽ ടു, എന്താണ് ആൽഫ ബിയുടെ ഇക്വേഷൻ, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ആദ്യം വി എഴുതാം. വി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. അടുത്തത് ഡെൽറ്റ വി വേണം. ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. ഫൈനൽ വോളിയം എത്രയാണ്, എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. അപ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. എന്തുവരും, എൽ ക്യൂബ് പ്ലസ് 3l ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ്
3l² ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3ab² പ്ലസ് 3a² b പ്ലസ് b ക്യൂബ് മൈനസ് എന്തും കൂടെ വരും? എൽ ക്യൂബും കൂടെ വരും. ഓക്കെ, a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3ab² പ്ലസ് 3a² b പ്ലസ് b ക്യൂബ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. എൽ ക്യൂബും ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് വരുന്നതിനകത്ത് 3l ഡെൽറ്റ l² പ്ലസ് 3l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്താണ്? ഡെൽറ്റ എൽ ഈസ് ടു സ്മോൾ. ഡെൽറ്റ എൽ എന്താണ്? വളരെ ചെറുതാണ്. സോ ഹയർ പവേഴ്സ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഹയർ പവേഴ്സ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. നമുക്ക് ഹയർ പവേഴ്സ് ഡെൽറ്റ എല്ലിൻ്റെ ഹയർ പവേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹയർ പവർ ഡെൽറ്റ l² ഉണ്ട്, ഇവിടെ ഡെൽറ്റ എൽ ക്യൂബ് ഉണ്ട്. രണ്ട് ടേമിനെയും ക്യാൻസൽ ചെയ്ത് കളയാൻ ബാലൻസ് വരുന്നത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്ത് മാത്രം? 3l ഡെൽറ്റ എൽ മാത്രം. ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടി, ഒരു മാറ്റമില്ല. എന്താണ്? ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. ഡെൽറ്റ വിയുടെ വാല്യൂ നമ്മളിതാ കണ്ടുപിടിച്ചു, 3l² ഉണ്ടല്ലേ. ഓക്കെ, 3l² ഡെൽറ്റ എൽ അല്ലേ. അപ്പം 3l² ഡെൽറ്റ എൽ, 3l² ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ വിക്ക് പകരം എൽ ക്യൂബ് ഡെൽറ്റ ടി. ഈ എൽ ക്യൂബിനകത്ത് രണ്ടെണ്ണം ഇതോടെ ക്യാൻസൽ വരും. 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എൽ ആണ്. അപ്പോൾ നമുക്ക് എന്ന് എഴുതാം? 3 ഇൻറ്റു ആൽഫ എൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആൽഫ ബി ഈസ് ഈക്വൽ ടു 3 ആൽഫ എൽ. നേരത്തെ കിട്ടിയ എന്തായിരുന്നു? ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ആൽഫ എൽ. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ ബി എന്ന് പറഞ്ഞാൽ 1:2:3 ആണ്. 1:2:3 ആണ്. ഇനി ചോദിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എ ആൻഡ് ആൽഫ ബി ആണെന്ന് കരുതാം. ഇവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നതെന്ന് കരുതാം. ഇവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം. നമുക്കറിയാം ആൽഫ ബി ഈസ് ഈക്വൽ ടു 3 ആൽഫ എൽ ആണ്. അതുപോലെ ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ആൽഫ എൽ ആണ്. ഇതിൽ നമുക്ക് ആൽഫ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എ ബൈ 2 എന്ന് കിട്ടും. ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്തുവരും? ആൽഫ ബി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എ ബൈ 2 ഓർ ആൽഫ ബി ഈസ് ഈക്വൽ ടു 3/2 ആൽഫ എ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബി ആൻഡ് ആൽഫ എ. ആൽഫ ബി ഈസ് ഈക്വൽ ടു 3/2 ആൽഫ എ. സിമ്പിൾ പരിപാടിയാണ്, ഒരു പാടുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് തെർമൽ എക്സ്പാൻഷനോട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഉറപ്പാണ്, ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം നടക്കുന്നതിന് മുമ്പ്, ഫിസിക്സിൻ്റെ എക്സാമിന് തൊട്ട് മുമ്പത്തെ 2 ദിവസം നമുക്ക് ഫ്രീ ആണ്. ആ 2 ദിവസം നമ്മൾ മാക്സിമം ക്ലാസ്സുകൾ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സമയത്ത് തന്നെ ഡെയിലി ഒരു അരമണിക്കൂറിനെങ്കിലും ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അരമണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ കണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അതായത് മറ്റുള്ളവയിൽ നിന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാട്ടറിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ പഠിച്ച കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. ഓക്കെ, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തെർമൽ എക്സ്പാൻഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ച കാര്യം ഇതായിരുന്നു. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏതാണ്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പഠിച്ചത് ഇങ്ങനെയാണ്. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. പക്ഷെ വാട്ടറിൻ്റെ കാര്യത്തിൽ മാത്രം ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓപ്പോസിറ്റ് ആണെന്നല്ല പറയുന്നത്, ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യപ്പെടുമെന്നാണ്? കൂടുമെന്നാണ്. പക്ഷേ വാട്ടറിൻ്റെ കേസിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ,
0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വോളിയത്തിനേക്കാൾ കുറവായിരിക്കും 1 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം, അതിനേക്കാൾ കുറവായിരിക്കും 2 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം, അതിനേക്കാൾ കുറവായിരിക്കും 3 ഡിഗ്രി സെൽഷ്യസിൽ, അതിനേക്കാൾ കുറവായിരിക്കും 4 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിൻ്റെ കേസിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ സാധാ ബിഹേവിയർ തന്നെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. ഇതാണ് കോൺസെപ്റ്റ്. എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നതാണ്. വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും വോളിയം അറ്റ് 1 ഡിഗ്രി സെൽഷ്യസ്, അതിനേക്കാൾ കുറവായിരിക്കും വോളിയം അറ്റ് 2 ഡിഗ്രി സെൽഷ്യസ്, അതിനേക്കാൾ കുറവായിരിക്കും വോളിയം അറ്റ് 3 ഡിഗ്രി സെൽഷ്യസ്, അതിനേക്കാൾ കുറവായിരിക്കും വോളിയം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ അത് കഴിഞ്ഞാൽ 5 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ അതിൻ്റെ വോളിയം ഈ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടും, അതിനേക്കാൾ കൂടുതലായിരിക്കും 6 ഡിഗ്രി സെൽഷ്യസ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വോളിയം കൂടിയായിരിക്കും പോവുക. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യും? വോളിയം കുറഞ്ഞ് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വോളിയം മിനിമം ആകും. അതിനുശേഷം വോളിയം എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? സാധാരണ പറയുന്ന പോലെ അല്ല വാട്ടറിൻ്റെ കേസിൽ. സാധാരണ കേസിൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ വാട്ടറിൻ്റെ കേസിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്യും. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പം ഞാൻ വോളിയവും ടെമ്പറേച്ചറും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് കരുതാം. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഇങ്ങോട്ടേക്ക് ഞാൻ ടെമ്പറേച്ചർ എടുക്കുന്നു, ഇങ്ങോട്ടേക്ക് ഞാൻ വോളിയം എടുക്കുന്നു. ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. ആരുടെ കേസിൽ? വാട്ടറിൻ്റെ കേസിൽ. അവിടെ നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വോളിയം ഉണ്ടായിരിക്കും. ഇതാണ് ആ വോളിയം എന്ന് കരുതാം. ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വോളിയം കുറയും. അങ്ങനെ കുറഞ്ഞ് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ഇങ്ങനെ വോളിയം കുറഞ്ഞ് ഒരു മിനിമം വാല്യൂവിലേക്ക് എത്തും. അതിനുശേഷം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. വോളിയം മിനിമം ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കാം. നമ്മൾ ഡെൻസിറ്റിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പം നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 വോളിയം ആണ്. എന്ന് പറഞ്ഞാൽ വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പം ഞാൻ ഇവിടെ എഴുതാണ്, വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പോൾ നോക്കുക, ടെമ്പറേച്ചർ കൂടുന്നു, വോളിയം കുറയുന്നു, അതിനനുസരിച്ച് ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. ഓക്കെ, ഇനി 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും, സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി എന്ത് ചെയ്യപ്പെടും? കുറയും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യത്തെ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ടെമ്പറേച്ചറും അതുപോലെ ഡെൻസിറ്റിയും തമ്മിൽ ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നു കരുതാം. ടെമ്പറേച്ചറും ആരും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണ്? ഡെൻസിറ്റിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഡെൻസിറ്റി ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റിയും എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഡെൻസിറ്റിയും ഇങ്ങനെ കൂടി പോകും. ഓക്കെ, എത്ര നേരം വരെ കൂടും? ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ, 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഡെൻസിറ്റി എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നീട് ടെമ്പറേച്ചർ കൂടുമ്പം ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഈ രണ്ട് ഗ്രാഫ് ഓർത്ത് വെച്ചിരിക്കുക. ഇത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്, ഇത് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വോളിയം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഏറ്റവും മിനിമം വോളിയം ഉള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുപോലെ ഏറ്റവും മാക്സിമം ഡെൻസിറ്റി എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം മിനിമം. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോയാലും വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടും, 4 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് പോയാലും വോളിയം എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യപ്പെടും. 4 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് വന്നാലും വോളിയം കൂടും, 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോയാലും വോളിയം കൂടും. എന്ന് പറഞ്ഞ അർത്ഥം വോളിയം മിനിമം ആകുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ഡെൻസിറ്റിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, ടെമ്പറേച്ചർ കുറഞ്ഞാലും ഡെൻസിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത് എപ്പോഴായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, അറ്റ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ. അതായത് മറ്റ് നമ്മൾ പഠിച്ചിരുന്ന എക്സ്പാൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാട്ടറിൻ്റെ എക്സ്പാൻഷനാണത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല പോളാർ റീജിയൻസിലും, അതായത് പോൾസിലൊക്കെ നല്ല മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ലേക്ക് ഐസായിട്ട് മാറും, നമുക്കറിയാം. പക്ഷേ ലേക്കിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ലേക്കിൻ്റെ ടോപ്പ് ഭാഗം മാത്രമായിരിക്കും എന്തായിട്ട് മാറുക? ഐസായിട്ട് മാറുന്നത്. ലേക്കിൻ്റെ മുകൾ ഭാഗം മാത്രമായിരിക്കും എന്താവുക? ഐസാകുക. അതിനടിയിൽ എന്തുണ്ടായിരിക്കും? വാട്ടറായിട്ട് തന്നെ ആയിരിക്കും കാണപ്പെടുക. അങ്ങനെ സാധിക്കുന്നത് ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലേക്കിൽ, അതായത് ആ റീജിയൻസിലൊക്കെ, ലേക്കിൽ, പൂൾസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? വാട്ടർ ബോഡീസിന്, അതായത് ഇപ്പം ഫിഷസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ജീവിക്കാനായിട്ട് പറ്റുന്നത്. അതായത് മുകൾ ഭാഗം മാത്രമാണ് ഐസാവുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഐസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആയതുകൊണ്ടാണ്. അതെങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലേക്കിൻ്റെ മുകൾ ഭാഗം മാത്രം എന്തുകൊണ്ട് ഐസായിട്ട് മാറും എന്നുള്ള കാര്യമാണ്. ലേക്കിൻ്റെ മുകൾ ഭാഗം മാത്രം എന്തുകൊണ്ടാണ് ഐസായിട്ട് മാറുന്നത്? അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, എന്താണ്? അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കാം? വാട്ടറിന് അല്ലെങ്കിൽ വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വാട്ടറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഒന്ന്, മിനിമം വോളിയം എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. മാക്സിമം ഡെൻസിറ്റി, മിനിമം വോളിയം. ഇതാണ് വാട്ടറിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഡിഫറൻറ്റ് ഡെൻസിറ്റീസ് ഉള്ള രണ്ട് കാര്യങ്ങളെ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു കരുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നു എന്ന് കരുതാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഓയിൽ മുകൾ ഭാഗത്തായിരിക്കും കിടക്കുക, വാട്ടർ അടിയിലായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ആർക്ക്? ഓയിലിന്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ ആളാണ് എപ്പോഴും എന്ത് ചെയ്യുക? അടിയിൽ കിടക്കുക. അത് ഓർമ്മയിൽ വേണം. എന്താണ്? ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ, ഹൈ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടിയത് എന്ത് ചെയ്യപ്പെടും? സിങ്ക് ചെയ്യപ്പെടും മീൻസ് മുങ്ങിപ്പോകും. ഓക്കെ, എപ്പോഴും താഴെ കിടക്കുന്നത് ആരായിരിക്കും? ഡെൻസിറ്റി കൂടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ മനസ്സിലാകും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു പൂള് കണക്ക് ഒരു കൺസ്ട്രി ആണ്, ഇതാണെന്ന് കരുതുക, നമ്മുടെ ലേക്ക് ആണെന്ന് കരുതുക, ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ് എന്ന് കരുതുക. ഓക്കെ, നമുക്കറിയാം ഇവിടെ ആദ്യം തണുക്കുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം ടെമ്പറേച്ചർ കുറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ സർഫസിലായിരിക്കും. നമ്മുടെ ലേക്കിൻ്റെ സർഫസിലായിരിക്കും ടെമ്പറേച്ചർ ആദ്യം എന്ത് ചെയ്യപ്പെടുക? ഡിക്രീസ് ചെയ്യപ്പെടുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം കുറച്ച് വാല്യൂസ് വെച്ച് പറയുകയാണ്, ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഈ ഒരു വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലേക്കിൻ്റെ ടെമ്പറേച്ചർ സപ്പോസ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതാം. അതായത് എല്ലാ ഭാഗത്തും മുകളിലും താഴെയും എല്ലാം എന്താണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പറയാൻ എളുപ്പത്തിന് പറയുന്നതാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതണ്ട, ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മുകളിലും 10 ഡിഗ്രി സെൽഷ്യസ്, താഴെയും 10 ഡിഗ്രി, അതായത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ തണുപ്പ് കാരണം, ഈ ടെമ്പറേച്ചർ കുറവ് കാരണം എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ആദ്യം ടെമ്പറേച്ചർ കുറയുന്നത് മുകളിലായിരിക്കും. അപ്പോൾ മുകളിലത്തെ ടെമ്പറേച്ചർ ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് കരുതാം. താഴത്തെ ടെമ്പറേച്ചർ അപ്പോഴും എത്ര തന്നെയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ വരച്ച ഡെൻസിറ്റിയുടെ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഇങ്ങോട്ടേക്ക് ടെമ്പറേച്ചർ, ഇങ്ങോട്ടേക്ക് ഡെൻസിറ്റി. ഇത് 0 ഡിഗ്രി സെൽഷ്യസ്, ഇത് 4 ഡിഗ്രി സെൽഷ്യസ്.
4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ഡെൻസിറ്റി, അതിന് മുകളിലോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കുറയും, ഇങ്ങോട്ട് പോകുമ്പോഴും ഡെൻസിറ്റി കുറയും. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിലും ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, 10 ഡിഗ്രി സെൽഷ്യസിനാണോ 8 ഡിഗ്രി സെൽഷ്യസിനാണോ ഡെൻസിറ്റി കൂടുതൽ? നമുക്കറിയാം, നോക്കി, 4 ഡിഗ്രി സെൽഷ്യസിന് ഡെൻസിറ്റി കൂടുതൽ. 4 ഡിഗ്രി കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, 8ൽ കുറയും, 8നേക്കാൾ കുറവായിരിക്കും 10ന്. അപ്പോൾ 8 ഡിഗ്രി സെൽഷ്യസിനാണോ 10 ഡിഗ്രി സെൽഷ്യസിനാണോ ടെമ്പറേച്ചർ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ? 10 ഡിഗ്രി സെൽഷ്യസിന് ഡെൻസിറ്റി കുറവും, 8 ഡിഗ്രി സെൽഷ്യസിന് ഡെൻസിറ്റി എന്തുമാണ്? കൂടുതലുമാണ്. ഡെൻസിറ്റി കൂടിയത് എപ്പോഴും സിങ്ക് ചെയ്യപ്പെടും, മുങ്ങും, താഴേക്ക് വരണം. അപ്പോൾ ഈ 8 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് ഇങ്ങനെ താഴെ വരും, ഈ 10 ഡിഗ്രി സെൽഷ്യസ് അങ്ങ് മുകളിൽ പോകും. അപ്പോൾ മുകളിൽ എത്ര ആയിട്ട് മാറും? 10 ഡിഗ്രി സെൽഷ്യസുമായിട്ട് മാറും, താഴെ 8 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. വീണ്ടും നമ്മുടെ മുകളിലത്തെ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞ് എത്രയിലേക്ക് വരും? 8 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. അതായത് നമ്മുടെ വാട്ടർ ഇപ്പോൾ കംപ്ലീറ്റ് എന്തായി? 8 ഡിഗ്രി സെൽഷ്യസ് ആയി. ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ഇതേ പ്രോസസ്സ്, മുകളിലത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ തണുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഇതേ പരിപാടി തന്നെ നടക്കും. അങ്ങനെ തണുത്ത് അവസാനം ഈ മുകളിലത്തത് 4 ഡിഗ്രി സെൽഷ്യസ് ആയി, താഴെ എത്ര ആണെന്ന് കരുതുക? 8 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. മുകളിൽ 8ൽ നിന്ന് 6 ആകുമ്പോൾ അതിങ്ങനെ താഴെ വരും, ഈ 8 അങ്ങ് മുകളിൽ പോകും. അല്ലെങ്കിൽ 8 കുറഞ്ഞ് 7 ആകുമ്പോൾ ആ 7 താഴെ വരും, 8 മുകളിൽ പോകും. വീണ്ടും അത് തണുത്ത് 7 ആവും, വീണ്ടും ആ 7 കുറഞ്ഞ് 6 ആവും, ആ 6 വീണ്ടും താഴെ വരും, 7 മുകളിൽ പോകും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ഈ മുകളിലത്തെ ടെമ്പറേച്ചർ എത്രയായി? 4 ഡിഗ്രി സെൽഷ്യസ് ആയി. നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ 4 ഡിഗ്രി സെൽഷ്യസ് താഴെ വരും, ഈ 8 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ പോകും. അപ്പോൾ മുകളിൽ 8 ഡിഗ്രി സെൽഷ്യസ് ആയി, താഴെ 4 ഡിഗ്രി സെൽഷ്യസ് ആയി. കുറേ നേരം കഴിയുമ്പോൾ ഈ 8 എന്നുള്ളതും എത്ര ആയിട്ട് മാറും? 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ പരിപാടി നടന്ന് നമ്മുടെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? 4 ഡിഗ്രി സെൽഷ്യസിലെത്തി. വാട്ടറിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വീണ്ടും ഡിക്രീസ് ചെയ്യും, അതായത് മുകൾ ഭാഗം വീണ്ടും തണുക്കും. വീണ്ടും തണുത്ത് 3 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. താഴെ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. മുകളിൽ 3. പക്ഷെ നമുക്കറിയാം 4 ഡിഗ്രി സെൽഷ്യസിനാണ് ഡെൻസിറ്റി കൂടുതൽ. 4 ഡിഗ്രി സെൽഷ്യസിനാണ് ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ഈ 4ന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ എത്ര തന്നെ? 3 തന്നെ. വീണ്ടും അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറയുന്നത് കാരണം ഈ 3 മാറി 2 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോഴും ആർക്കാ ഡെൻസിറ്റി കൂടുതൽ? 4നാണ്. ആ 4 അവിടെ തന്നെ നിൽക്കും. വീണ്ടും ഇത് കുറഞ്ഞ് എത്ര ആകുന്നു? 1 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. അപ്പോഴും ടെമ്പറേച്ചർ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? 4 ഡിഗ്രി സെൽഷ്യസിന് അത് അവിടെ തന്നെ നിൽക്കും. വീണ്ടും ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് 0 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. അപ്പോഴും ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ? 4 ഡിഗ്രി സെൽഷ്യസിനാണ്. ദാറ്റ് മീൻസ് മുകളിലത്തെ വാട്ടർ എന്തായിട്ട് മാറി? ഐസായിട്ട് മാറി. അപ്പോഴും ആരുടെ ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് ഒരു ഐസിൻ്റെ ലെയർ വരും. മുകൾ ഭാഗം ഐസായിട്ട് മാറി. ബിലോ ഐസിന് താഴെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഐസ് അല്ല. അപ്പം മുകൾ ഭാഗം മാത്രം ഐസാകുന്നു, അതിന് താഴേക്കുള്ള ഭാഗം എന്തായിട്ട് നിലനിൽക്കും? വാട്ടറായിട്ട് തന്നെ നിലനിൽക്കും അറ്റ് എ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ലേക്കിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ യൂസ് കാരണം, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ് കാരണം, ആ ഒരു പ്രോപ്പർട്ടി കാരണം വാട്ടർ ബോഡീസിൻ്റെ അല്ലെങ്കിൽ ലേക്കിൻ്റെയൊക്കെ മുകൾ ഭാഗം മാത്രം എന്തായിട്ട് മാറുന്നത്? ഐസായിട്ട് മാറുന്നത്. അപ്പോൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഞാൻ ഈ വാല്യൂസൊക്കെ പറഞ്ഞത്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്? ആദ്യം തണുക്കുന്നത് സർഫസ് ആയിരിക്കും, അത് തണുക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കൂടും. അപ്പോൾ എന്ത് ചെയ്യും? താഴെ വരും. താഴെയുള്ള ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ കംപ്ലീറ്റ് വാട്ടറും 4 ഡിഗ്രി സെൽഷ്യസിലെത്തും. പിന്നീട് മുകൾ ഭാഗം തണുക്കുമ്പോൾ അതെന്ത് ചെയ്യില്ല? താഴേക്ക് സിങ്ക് ചെയ്യില്ല. കാരണം 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ മുകൾ ഭാഗം വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞ് എന്തിലേക്ക് വരും? ഐസിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വാല്യൂസ് വെച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തത്. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഏറ്റവും കൂടുതൽ അതിനേക്കാളൊക്കെ ഉപരി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്കുള്ള സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് വേണമെങ്കിലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലോ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത പോർഷനുമായിട്ട്, അതായത് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ ബാലൻസ് പോർഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.